അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, നബിയെ ഞങ്ങളിൽ ഒരാൾക്ക് അയാളുടെ ഇണയോടുള്ള ബാധ്യത എന്താണ്? തങ്ങൾ പറഞ്ഞു, അൻ തുത്ഇമഹാ ഇദാ തുഇംത, നീ ഭക്ഷിക്കുമ്പോൾ അവരെ നീ ഭക്ഷിപ്പിക്കണം. വതക്സുവഹാ ഇദക്തസൈത, നീ വസ്ത്രം പുതിയത് ധരിക്കുമ്പോൾ അവർക്കും വസ്ത്രം പുതിയത് വാങ്ങണം. നമ്മളെ കണക്കെങ്ങനെ? നമ്മൾ പറയും നിങ്ങൾക്ക് കുറെ പണിയും ശുഗലൊക്കെ ഉള്ള അവരോട് പറയും, നിങ്ങൾക്ക് വർഷത്തില് 2 കൂട്ടം മതി. നിങ്ങൾക്കോ? എനിക്കൊന്നും പോലെ എനിക്ക് മാസം 2 പുതിയത് വാങ്ങണം അല്ലേ? അവർക്കും വാങ്ങണം. നമ്മളൊരു സ്വാർത്ഥ താല്പര്യക്കാരാകാൻ പാടില്ലല്ലോ. നിങ്ങൾ വസ്ത്രം പുതിയ ധരിക്കല്ലേ, അവർക്കും വാങ്ങിക്കൊടുക്കണം. നിങ്ങളെ ഭാര്യക്കും നിങ്ങളെ ഇണക്കും വാങ്ങിക്കൊടുക്കണം. അല്ലെ നിങ്ങളത് വാങ്ങണ്ട, അപ്പൊ കണക്കാവുമല്ലോ. അല്ല നിങ്ങൾക്ക് മാത്രം ഒന്ന്, ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാൻ നിങ്ങളെ കൂടെ ആരുമില്ലേ? കൂടുള്ളവരെ മറന്നോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വലാ തദ്രിബൽ വജ്ഹ, ആണുങ്ങൾ ശരിക്ക് കേൾക്കണം, വലാ തദ്രിബൽ വജ്ഹ, നീ നിന്റെ ഇണയുടെ മുഖത്തടിക്കരുത്. മുഖത്ത് നീ അടിക്കരുത്. ബാധ്യതയാ പറയുന്നത്, കടപ്പാടാണ്. സഹോദരങ്ങളെ, സ്വന്തം ഇണയുടെ മുഖത്തടിക്കുന്ന ഭർത്താവ്, മറ്റൊരു ഹദീസിൽ തങ്ങൾ പറഞ്ഞില്ലേ, നാണമില്ലേ പുരുഷ, പകലന്തിയോളം ചീത്ത പറഞ്ഞ് വേണ്ടുവോളം മുഖത്തൊക്കെ അടിച്ച് രാത്രിയാകുമ്പോ കയറി കിടന്നിട്ട് നിന്റെ ആവശ്യം നിർവഹിക്കാൻ നാണമില്ലയോ? ചീത്ത പറഞ്ഞിട്ട് അനാവശ്യം പറഞ്ഞിട്ട് അടിക്കേണ്ട രൂപത്തിൽ മുഖത്തൊക്കെ അടിച്ച് അങ്ങനെ നരകയാതന അനുഭവിപ്പിച്ചിട്ട് പിന്നെ നിനക്ക് നിന്റെ താല്പര്യങ്ങളൊക്കെ നിർവഹിക്കണമല്ലേ? എന്തൊരു മോശപ്പെട്ട സ്വഭാവമാണ്. വലാ തുഖബ്ബിഹ, മോശപ്പെട്ട ഒരു വർത്തമാനവും നീ സംസാരിക്കരുത്. ദുഷിച്ചൊരൊറ്റ വാക്കും നീ ഇണയോട് പറയരുത്. നഊദു ബില്ലാഹ്. സ്വന്തം ഇണയുടെ ബാപ്പക്ക് വിളിക്കുന്നവരില്ലേ? ബാപ്പ മരിച്ചുപോയിട്ട് വർഷം 10 എങ്ങനെ തോന്നുന്നു സഹോദരങ്ങളെ? ഉമ്മക്ക് വിളിക്കുന്നവരില്ലേ? ബാപ്പാന്റെ ബാപ്പക്ക് വിളിക്കുന്നവരില്ലേ? വല്യമ്മയെ വിളിക്കുന്നവരില്ലേ? എന്തെല്ലാമാണ് ചിലരുടെ വാക്കിലൂടെ വരുന്നത്. തങ്ങൾ പറയുന്നു, വലാ തുഖബ്ബിഹ, മോശപ്പെട്ട ഒരു വർത്തമാനം നിന്നിൽ നിന്നുണ്ടാകരുതേ.